അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ചിരിക്കല്ലേ? ഇതാരുടെ ഇഷ്ടത്തിലാണോ ചെയ്യണം? എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടുണ്ട പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അപ്പം ഉടനെ തന്നെ ദിയാസന ഇതെല്ലാം ലോകം അറിയും. എൻ്റെ മോളെ എന്താ പറയുള്ളൂ, ഒരു നാൾ കള്ളം പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്നത് കണക്ക് മോളെ പിടിക്കപ്പെടും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ചിലപ്പം എന്നെ ഇവളുമാരെ ഈ പറഞ്ഞ കണക്ക് ഡ്രഗ്സ് മാഫിയയിൽ കയറി കളിച്ചുകൊണ്ട് ചിലപ്പം എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ എഴുതി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് പോരാടും. അതിനെ മറയ്ക്കാൻ നീ പലതും കൊണ്ടുവന്നോ ദിയാസന, എനിക്കറിയാം കൊണ്ടുവരും, നീ അത് മറയ്ക്കാൻ വേണ്ടി. പക്ഷെ അതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും ദിയാസന. അതുപോലെ തന്നെ ഈ വീഡിയോ ലീക്കായ സമയത്ത് തന്നെ കുറേ ആൾക്കാർ, എൻ്റെ കുറേ ഫ്രണ്ട്സ് വഴി, ഞാൻ ഡയറക്റ്റ് വരുത്തൊന്നും ചാനലുകാരോട് സംസാരിച്ചിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ എന്നെ വിളിച്ചിട്ട് ഇന്നണക്കൊരു വീഡിയോ ഉണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിടാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കണ്ട. കാരണം ഇത് എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുപോകാം. സപ്പോർട്ടല്ല എനിക്ക് വേണ്ട, അവരെ പുറത്ത് കൊണ്ടുവരുമോ വേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേസ് നടക്കുന്ന ഒരു കാര്യം, നമുക്ക് റൂൾസ് അനുസരിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ വോയിസ് റെക്കോർഡ് കിട്ടിയ ആൾക്കാർക്ക് ചോദിക്കുക, എൻ്റെ അടുത്തല്ല ഇത് ചോദിക്കേണ്ടത്. ആ വോയിസ് റെക്കോർഡ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ അവരുടെ പേരിലെ കേസ് വരത്തുള്ളൂ. കാരണം ഇത് ഇതാക്കിയ എന്താ പറയുക, ഇത് വെളിയിലാക്കിയ ആൾക്കാരാണ് തെറ്റുകാർ. ഞാനിത് നേരത്തെ കോടതി ഇവിടെ കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ വോയിസ് റെക്കോർഡ് എല്ലാം ലീക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഭാഗം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. എനിക്ക് ഇതൊക്കെ പേടിയുണ്ടായിരുന്നു. ഈ വോയിസ് റെക്കോർഡുകൾ ഓൾമോസ്റ്റ് എല്ലാ റെക്കോർഡും വന്നിട്ടുണ്ട്. അപ്പം ഇത് തെറ്റുകൾ നമ്മളുടെ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പല വോയിസ് റെക്കോർഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാടിനെ, അതായത് ഇതിന് വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നെന്ന് പറയുന്ന ആൾക്കാരെയാണ് ഈ തെറ്റ് കാണിക്കണമെങ്കിൽ. ദിയാസനയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഞാനിതൊന്നും, അതായത് MDM പോലത്തെ ആൾക്കാർ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് ഇതെല്ലാം തിരിഞ്ഞ് റോങ് ആയിട്ടൊരു വ്യക്തിയാണിത്. അത് നിങ്ങൾ ലോകത്ത് കൊണ്ടുപോകാം പ്ലീസ്, റിക്വസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കെല്ലാം ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനൽ ആരെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ്, 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാണ് പറയുന്നത്, പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ, എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് വീഡിയോ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല, അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് തെളിവിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പോൾ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പോൾ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിയാസന ഇപ്പോൾ കുറേ ഡേറ്റിൻ്റെ കുറേ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ദിയ നീ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ, പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ,
വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നല്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ ദിയയ്ക്ക് ഒരു വിശ്വാസമില്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം ഇപ്പം കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങളത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ഇപ്പം എത്രയോ വോയിസ് കൂടി ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്തൊരു പൂർത്തിയാവാത്തൊരു കൊച്ചിൻ്റെ ആ സമയത്ത്, ഇപ്പം കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങളത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എൻ്റെ തലയിൽ വരുത്തില്ല. ഞാൻ ലീക്കായിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശമായതുകൊണ്ട് അവരും ലീക്കാക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്കാക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുക, വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനിപ്പം എൻ്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തെറ്റ് ചെയ്യാത്തൊരു പേടിക്കുന്നില്ല, വന്ന് ചെയ്തേനെ. ദിയാസന ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ. അതല്ലാതെ ഡേറ്റുകളും മറ്റേ മറിച്ചൊന്നും കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ വേണ്ട എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവെക്കും. എന്നെക്കുറിച്ചൊരു വല്ലാത്തൊരു രീതിയിൽ ഒരു പെൺകുച്ചും പറയുന്നുണ്ട്. അവളെ ഡീറ്റെയിൽസും പയ്യെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറേ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക, റോഷിനിയുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറേ തെളിവുകൾ കുറേ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും പറയും. അപ്പം ഈ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾക്കൊരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോവാ. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങളെ ചാനലുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് അതൊക്കെ കൊണ്ടുപോവാ. നിങ്ങൾ തെളിവ് സഹിതം ഞാൻ ഇട്ട് തരാം ഓരോരുത്തരുടെ, ഓരോ വ്യക്തികളുടെ. ദിയാസന, ആൻമരിയ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഷിനി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം. അതായത് ദിയാസനയുടെ എനിക്കറിയില്ല. ദിയാസനയുടെ അറിയാവുന്ന എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയെന്നല്ല പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം. ആൻമേരി പറഞ്ഞു 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട്, എൻ്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം, 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിൻ്റെ കഥ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ചൊരു പയ്യൻ്റെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്ത, ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തം വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവൻ്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച്, ആ കുടുംബം പോയി നശിപ്പിച്ചതിൻ്റെ അവരെല്ലാം നിൻ്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണുങ്ങളില്ല മോളെ. ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന മോളെ. ആണുങ്ങളാണ്, അവർക്ക് രീതിയിൽ ഇറങ്ങാന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ തന്നെ റോഷിനി, നീ തീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യവും നിങ്ങൾ സ്വർണം മാഫിയ ഒരു പെണ്ണ് സഹിക്കാൻ പറ്റാത്ത